വാദസംബന്ധമായ പേഷ്യൻസിൽ സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ പേഷ്യൻസ് വരുമ്പോൾ റുട്ടീനായിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഈ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിൽ എന്തൊക്കെ ചെയ്യും? യൂഷ്വലി എല്ലാ സെൽ ലൈൻസ്, നമ്മൾ ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്, ESR, സോ CBC എന്ന് പറയും, കംപ്ലീറ്റ് ബ്ലഡ് പിക്ചർ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണത്. സോ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ നോക്കും. പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള റീനൽ ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ നോക്കും. സോ ഈ ബേസിക് ആയിട്ടുള്ള ഈ ടെസ്റ്റ് എല്ലാ പേഷ്യൻസിലും നോക്കും. സോ ദാറ്റ് അണ്ടർലൈൻ വേറെ കിഡ്നിയോ ലിവറോ അല്ലെങ്കിൽ അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം ESR അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മാർക്ക് കൂടുതലാണോ നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് ESR. ESRും ചെയ്യാം. ചിലവർക്ക് CRP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റും ചെയ്ത് നോക്കും. സോ ഇത് കൂടാതെ നമുക്കിത് നോർമൽ ബേസിക് ടെസ്റ്റുകളാണ്. ഇനി ഓരോ രോഗത്തിന് നമ്മൾ ആമവാദമാണെന്ന് സസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ RF ആൻറ്റിബോഡി, അതേപോലെ തന്നെ ACCP, ആൻറ്റിസൈക്ലിക് സിട്രുലിൻ്റെ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്. സോ ഈ പേഷ്യൻ്റ് ഇത് സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഈ സന്ധിവാതത്തിൻ്റെ ലക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചിലവർക്ക് എക്സസീവ്ലി ഓറൽ ഡ്രൈനസ്, അല്ലെങ്കിൽ കണ്ണ് ഡ്രൈനസ്, അല്ലെങ്കിൽ കൈകാല് തരിപ്പ്, അല്ലെങ്കിൽ സ്കിൻ റാഷസ്, അങ്ങനെ വേറെ എക്സ്ട്രാ ആർട്ടിക്കിളായിട്ടുള്ള കുറച്ച് സിംറ്റംസ്, നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് എന്ന് പറഞ്ഞാൽ പേശിവാദങ്ങളുണ്ട്, കുറേ തരം വാദങ്ങളുണ്ട്. സോ ആ ടെസ്റ്റിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. സോ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ചെയ്ത് നോക്കുക. അത് യൂഷ്വലി ഒരു മൈക്രോസ്കോപ്പ് കൂടെ നമ്മൾ ഇമ്യൂണോഫ്ലോറസൻസ് ഒരു പാറ്റേൺ കൂടെ നമ്മൾ അതിലൊരു പ്രത്യേക ഒരു പാറ്റേൺ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക മൈക്രോസ്കോപ്പ് കൂടെ നോക്കുമ്പോൾ. സോ അതിൽ പലതരം പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേണിനനുസരിച്ച് സപ്പോസ് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫർദർ ടെസ്റ്റാണ് ANA പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ്. അതൊരു ബ്ലോട്ട് പോലത്തെ ഒരു ഇമേജിൽ കുറേ തരം ആൻറ്റിബോഡീസ് കാണും. ചില തരം ആൻറ്റിബോഡീസിൽ ഇന്ന ആൻറ്റിബോഡി കുറച്ച് ഇപ്പോൾ ലൈക്ക് ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ ചിലപ്പോൾ DSDNA, ആൻറ്റിസ്മിത്ത്, അങ്ങനത്തെ കുറച്ച് ആൻറ്റിബോഡീസ് ആയിരിക്കും കൂടുതൽ പോസിറ്റീവ്. വേറസ് ജോഗ്രൻസ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ ചിലപ്പോൾ ആൻറ്റി-റോ, ആൻറ്റി-ലാ, അല്ലെങ്കിൽ SSB ആൻറ്റിബോഡീസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലതരം ആൻറ്റിബോഡീസ് ആയിരിക്കും കൂടുതൽ പോസിറ്റീവ്. സോ ഓരോ പേശിവാദത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വാദത്തിൻ്റെ ഏത് പ്രൊഫൈലാണ് പോസിറ്റീവ് നോക്കാൻ വേണ്ടിയിട്ട്. എഗെയിൻ സ്ക്ലീറോഡർമ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൽ anti-SCL70 ആൻറ്റിബോഡി ആയിരിക്കും സ്ട്രോങ് പോസിറ്റീവ്. സോ ഇങ്ങനത്തെ ഓരോ വാദങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ANA പ്രൊഫൈൽ സഹായിക്കും. പിന്നെയുള്ള നമുക്ക് മയോസൈറ്റിസ്, അതായത് മസിൽസിൽ വരുതരം ഇൻഫ്ലമേഷനാണ് മയോസൈറ്റിസ് എന്ന് പറഞ്ഞൊരു സ്ഥിതിവിശേഷം. സോ ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് ആണെങ്കിൽ CPK, അതായത് ബ്ലഡിലെ CPK ലെവൽസ്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനസ്, ഈ ബ്ലഡ് ലെവൽസ് ഭയങ്കരമായി കൂടും. സോ അത് കൺഫേം ചെയ്യാൻ ഇത് വാദസംബന്ധമായിട്ടുള്ള ഒരു മയോസൈറ്റിസ് ആണോ നോക്കാം. മയോസൈറ്റിസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടാണ് വേറെ തന്നെ ടെസ്റ്റുകളുണ്ട്. അതിലും ഇതേപോലെ കുറേ തരം ആൻറ്റിബോഡി ടെസ്റ്റുകളുണ്ട്. പിന്നെ വരുന്ന ചിലതരം സ്പോണ്ടൈൽ ആർത്രോപ്പതി അല്ലെങ്കിൽ ആങ്ക്ലോസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞ വാദങ്ങളുണ്ട്. നടുവേദന ആയിട്ട് പ്രധാനപ്പെട്ട വരുന്നൊരു രോഗവിശേഷം. സോ അതിൽ യൂഷ്വലി HLA-B27 എന്ന് പറഞ്ഞൊരു മാർക്കർ പോസിറ്റീവ് ആയിരിക്കും. അഗെയിൻ അതൊരു 90% ആൾക്കാർക്ക് പോസിറ്റീവ് ഉണ്ടാവും. സോ അതും ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ്. പിന്നെ ബെഹ്സെറ്റ്സ് ഡിസീസ്, അങ്ങനെ ചിലതരം വാസ്കുലൈറ്റിസ്, അങ്ങനെയൊക്കെ നോക്കേണ്ട വേറെ ചില ആൻറ്റിബോഡി ടെസ്റ്റുകളാണ് HLA-B51. പിന്നെ anti-PR3 ലെവൽസ്, anti-MPO ലെവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലതരം അങ്ക ടെസ്റ്റുകൾ എന്ന് പറയും. സോ ഈ ടെസ്റ്റുകളൊക്കെ ചിലതരം വാസ്കുലൈറ്റിസ്, അതായത് രക്തക്കുഴലിൽ നീർവീഴ്ച, വാസ്കുലൈറ്റിസ് വരുന്ന ചിലതരം വാദങ്ങളിലാണ് ഈ ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. സോ ഓരോ രോഗലക്ഷണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ടെസ്റ്റുകൾ പിന്നെ ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാ പേഷ്യൻസിനും ചെയ്യും, അതായത് നമ്മൾ കൗണ്ട്, കിഡ്നി, ലിവർ നോക്കുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകൾ ആ ഓരോ വിശേഷം അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്.